Good morning, girls. Next, we can see what are the different classes of shares or kinds of share capital. So, the share capital of a company limited by shares are of two types. They are equity share capital and preference share capital. Equity share capital with voting rights or equity share capital with different rights as to dividend, voting, എക്സെട്ര. ഓക്കെ, അപ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നെ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. വോട്ടിംഗ് റൈറ്റ് ഉള്ളത് വരുന്നുണ്ട് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്, ഡിവിഡൻഡ് എക്സെട്ര. മനസ്സിലായാലും രണ്ട് തരത്തിലുള്ള ക്യാപിറ്റലാണുള്ളത്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. സോ ഫസ്റ്റ് ലെറ്റ് സീ വാട്ട് ഈസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ പ്രത്യേകത എന്താണ്? They are the capital with reference to any companies limited by shares, means all share capital which is not preference share capital. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ തന്നെ. ഇറ്റ് ഈസ് എ ഷെയർ വിച്ച് ഇസ് നോട്ട് എ പ്രിഫറൻസ് ഷെയർ ഇസ് കോൾഡ് ഇക്വിറ്റി ഷെയർ. ദേ ആർ ദി ഓർഡിനറി ഷെയർസ് നമുക്ക് പറയാം. അതായത് ഷെയർസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർസ് ആർ കോൾഡ് ഇക്വിറ്റി ഷെയർസ്. ഇനി ഇക്വിറ്റി ഷെയർസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ ഹോൾ ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് എ കമ്പനി ഇസ് എൻറ്റൈറ്റിൽഡ് ടു ദീസ് ഷെയർ ഹോൾഡേഴ്സ് ആഫ്റ്റർ പേയിങ് എ ഫിക്സ്ഡ് ഡിവിഡൻഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ ദിസ് ഷെയർസ് ഡസ് നോട്ട് ഗെറ്റ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് കിട്ടും, ഇവർക്ക് അങ്ങനെയല്ല കിട്ടുന്നത്. ദേ വിൽ ഗെറ്റ് ബാക്ക് ദിയർ ക്യാപിറ്റൽ ഓൺലി ആഫ്റ്റർ പേയിങ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. ഈ മൂന്ന് ഫീച്ചേഴ്സാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് മറ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഓർഡിനറി ഷെയർസ് ആണ്. പിന്നെ ദ ഹോൾ ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഇസ് എൻറ്റൈറ്റിൽഡ് ടു ദീസ് ഷെയർ ഹോൾഡേഴ്സ് ആഫ്റ്റർ മേക്കിംഗ് പേയ്മെൻറ്റ് ഡിവിഡൻഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. Then they doesn't get any fixed rate of dividend, and at the time of winding up of the company they will get back their capital only after paying preference shareholders. Okay, then merits നോക്കുകയാണെങ്കിൽ from the firm's point of view equity share capital has some merits. അതായത് ഇറ്റ് ഇസ് എ പെർമനൻറ്റ് ക്യാപിറ്റൽ, ദർ ഇസ് നോ ലയബിലിറ്റി ഫോർ പേയ്മെൻറ്റ്. അതായത് എപ്പോൾ മാത്രമേ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നുള്ളൂ, എന്തെങ്കിലും കമ്പനീൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. മനസ്സിലായല്ലോ. ദർ ഇസ് നോ ക്യാപിറ്റൽ ഒബ്ലിഗേഷൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. ദെൻ ഇറ്റ് എൻഹാൻസസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ കമ്പനി. Then the amount raised through issuing equity shares can be used by companies for long-term purposes, and the company is able to strengthen its financial base by issuing equity shares. These are the benefits of equity shares from the firm's point of view. Then from the point of view of shareholders, അല്ലെങ്കിൽ shareholders point of view, it has some benefits. Equity shares എന്താണെന്നാണ് പറയുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് ദിയർ സെൻസ് ഓഫ് ഓണർഷിപ്പ് ഓവർ ദ ഫേം. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ് ഓണേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്കൊരു എന്താ പറയുക, ബാക്കി എത്ര പ്രോഫിറ്റ് വരുന്നുണ്ടോ അതൊക്കെ ആർക്കുള്ളതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. Then liability of the equity shareholders are limited to the extent of their capital contribution. എത്രയാണോ അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അത്ര വരെ അവരുടെ എന്ത് വരുന്നുള്ളൂ? ലയബിലിറ്റി. അതായത് ഇപ്പം കമ്പനി അടച്ചു പൂട്ടുകയാണ്, ലിക്വിഡേറ്റ്, അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ദിയർ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദിയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. Then another advantage is rewards from equity capital can be very high. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹൈ റിസ്കി ആണെന്ന് പറയാം. കാരണം ചിലപ്പോൾ ഡിവിഡൻറ്റ് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അതേമാതിരി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുള്ളൂ. ദാറ്റ് ഈസ് വൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇസ് ഹൈ റിസ്ക് എന്ന് പറയാം, ഹൈ റിസ്കി എന്ന് പറയാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം റിവാർഡ്സ്, നല്ല പ്രോഫിറ്റുള്ളൊരു കമ്പനിയാണെങ്കിൽ റിവാർഡ്സ് ഫ്രം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇസ് വെരി ഹൈ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ഇസ് പ്രിഫറൻസ് ഷെയർസ് എന്നുള്ളത്. പ്രിഫറൻസ് ഷെയർസ് വിത്ത് റെഫറൻസ് ടു എനി കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മീൻസ് that part of issued capital of the company which carries or would carry a preferential right with respect to
എന്തൊക്കെയാണ്? പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഈതർ ആസ് എ ഫിക്സഡ് എമൗണ്ട് ഓർ എൻ എമൗണ്ട് കാൽക്കുലേറ്റഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ് വിച്ച് മേ ഈതർ ബി ഫ്രീ ഓഫ് ഓർ സബ്ജക്റ്റ് ടു ഇൻകം ടാക്സ്. അതാണ് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ്. Then second preferential right is repayment in the case of winding up or repayment of capital of the amount of share capital paid or deemed to have been paid up, whether or not there is a preferential right to the payment of any fixed premium or premium on any fixed scale specified in the memorandum of or articles of the company. നിങ്ങൾ ഇങ്ങനെ വല്ലാതെ ലെങ്തി സെൻറ്റൻസിലേക്ക് പോകണ്ട, ഇത്ര ഓർത്ത് വെച്ചാൽ മതി. പ്രിഫറൻസ് ഷെയർസിൻ്റെ രണ്ട് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് എന്താണ്? ഇറ്റ് ഓഫേഴ്സ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ്, അതേപോലെ റൈറ്റ് ടു ഗെറ്റ് ക്യാപിറ്റൽ ഓൺ വൈൻഡിങ് അപ്പ് ബിഫോർ എനിത്തിങ് ഇസ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ ദീസ് ആർ ദ ടു പ്രിഫറൻഷ്യൽ റൈറ്റ്സ് എൻജോയ്ഡ് ബൈ ദിസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, ആൻഡ് ദാറ്റ് ഈസ് വൈ ദിസ് ക്യാപിറ്റൽ ഇസ് നോൺ ആസ് പ്രിഫറൻസ് ക്യാപിറ്റൽ. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ്. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നുള്ളത്. അപ്പോൾ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ദ ഷെയർസ് ഇസ് നോട്ട് യൂണിഫോം ഇൻ ഓൾ കേസസ്. അതായത് നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്താണ്? പ്രിഫറൻസ് ഷെയർസിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് കിട്ടും, അതേപോലെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് ആരുടെ ക്യാപിറ്റലാണ് റിട്ടേൺ ചെയ്യുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റലായിരിക്കും. പക്ഷേ ദർ ആർ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ എല്ലാ ഷെയർസിനും ഈ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഇല്ല. അപ്പം നോക്കാം നമുക്ക്. ഓൺ ദ ബേസിസ് ഓഫ് പ്രിഫറൻഷ്യൽ റൈറ്റ് ദർ ആർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ദ ഫസ്റ്റ് വൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഇസ് ക്യാരിഡ്, പിന്നെ എനി ടൈം ഓഫ് ഇനാഡിക്വേറ്റ് പ്രോഫിറ്റ് ദേ വിൽ നോട്ട് ലൂസ് എനിത്തിങ്. അതെന്ത് ചെയ്യും? അരിയർ വിൽ ഗെറ്റ് ഇൻ സബ്സിക്വൻറ്റ് ഇയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇയറിൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ കൊല്ലം ഡിവിഡൻറ്റ് കൊടുക്കാനുണ്ടാവില്ലല്ലോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. നഷ്ടത്തിൽ നിന്ന് എങ്ങനെ എടുത്ത് കൊടുക്കാനാ? ആ സമയത്ത് ഇവരുടെ ഡിവിഡൻറ്റ് അരിയർ ആയിട്ട് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ കിട്ടും. ഇതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? ഇൻ ദ കേസ് ഓഫ് ദി ഷെയർസ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഇസ് ഗ്യാരണ്ടീഡ്, and if the company has no profits or inadequate profit in any year to declare dividend, the arrears of dividend would accumulate and become payable out of the future profits before anything is given to other classes of shareholders. Accumulate ചെയ്തു പോകും preference share dividend. Okay. Then second type of preference share is non-cumulative preference share. ഈ non-cumulative preference ഷെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഇസ് ഗ്യാരണ്ടീഡ്, അറ്റ് ദ ടൈം ഓഫ് ഇന്നാഡിക്വേറ്റ് പ്രോഫിറ്റ് ദേ വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ്. അതായത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറിൻ്റെ പോലെ അരിയർ ഡിവിഡൻറ്റ് എന്തായിട്ട് പോവില്ല, ക്യുമുലേറ്റ് ചെയ്ത് പോവില്ല, സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ കിട്ടില്ല എന്ന്. Okay, so in the case of non-cumulative preference shares, the dividend, though a fixed rate, stands by itself in each year. If it is not paid in a particular year, it is lost and the arrears of dividend cannot be carried forward. അതായത് unpaid dividend cannot be accumulated എന്നാ പറയും. Okay. Then another type of preference share is പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയും ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഇസ് ഗ്യാരണ്ടീഡ് ആൻഡ് ദേ ആർ എൻറ്റൈറ്റിൽ ടു ഷെയർ ദ സർപ്ലസ് പ്രോഫിറ്റ്. അതാണ് ഈ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രത്യേകത. സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പോലെ തന്നെ ഇവർക്കും എന്ത് ചെയ്യാം? എക്സസ് സർപ്ലസ് പ്രോഫിറ്റിൽ അവർക്ക് ദേ വിൽ ഗെറ്റ് എ റൈറ്റ്. ഓക്കെ. അപ്പോൾ പ്രിഫറൻസ് ഷെയർ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ അഡീഷൻ ടു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻറ്റ്, ദി ഷെയർ ഹോൾഡേഴ്സ് ആർ എൻറ്റൈറ്റിൽ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി ആഫ്റ്റർ പേയിങ് ദ ഡിവിഡൻറ്റ് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. Okay, so in this context it may be noted that the holders of these shares will be entitled to participate in the surplus profit only if there is a specific or special provision in the article of the company giving the holders of these shares special rights to participate in the surplus profit. Okay, another category is
നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടാവും, ബട്ട് ദേ ഡസ് നോട്ട് ഗെറ്റ് എ ഷെയർ ഇൻ ദി സർപ്ലസ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. അതായത് ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ദ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. Then on payment of dividend, they have the right to receive it before anything is paid to the shareholders, but they have no right to participate in the surplus profit of the company along with equity shareholders. അതായത് after paying the fixed dividend to non-participate, അതായത് after paying the dividend at a fixed rate to non-participating preference shareholders, the balance of profit will be shared among equity shareholders only. അല്ലാണ്ട് ആർക്ക് കിട്ടില്ല? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടില്ല. അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയറാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഈ പേര് പോലെ തന്നെ സംടൈംസ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂഡ്, അതെ, പ്രിഫറൻസ് ഷെയർസ് ആർ ഇഷ്യൂഡ് വിത്ത് എ റൈറ്റ് ടു ദ ഹോൾഡേഴ്സ് ടു കൺവേർട്ട് ദം ഇൻ ടു ഇക്വിറ്റി ഷെയർസ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരിയഡ്. അതാണ് അതിൻ്റെ പ്രത്യേകത. സച്ച് ഷെയർസ് ആർ നോൺ ആസ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? അൺലൈക്ക് ദ ഹോൾഡേഴ്സ് ഓഫ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, ദീസ് ഷെയർ ഹോൾഡേഴ്സ് are not given the right to convert their shares into equity shares later on. മനസ്സിലായല്ലോ? അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസിനെയാണ് നമ്മൾ നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സച്ച് ഷെയർസ് വിച്ച് എ കമ്പനി മേ റീപേ ആഫ്റ്റർ എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം ഓർ ഏർലിയർ. അതായത് എന്താണെന്ന് പറയുന്നത്, കമ്പനീസ് ലയബിൾ ടു ബി റെഡീംഡ് വിത്തിൻ എ പീരിയഡ് നോട്ട് എക്സീഡിങ് 20 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദെയർ ഇഷ്യൂ സബ്ജക്റ്റ് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. അതായത് ആർട്ടിക്കിൾസ് മസ്റ്റ് പ്രൊവൈഡ് ഫോർ ദ ഇഷ്യൂ ഓഫ് സച്ച് ഷെയർസ്. They can be redeemed only out of profits available for dividend or out of the proceeds of fresh issue of shares. Then no such shares can be redeemed unless they are fully paid up. Any premium payable on redemption must be paid out of the profits or out of securities premium. And where such shares are redeemed out of profits, a sum equal to nominal amount is transferred to ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇതെല്ലാം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ പഠിച്ചിട്ടുണ്ട്, കണ്ടീഷൻസ്. അപ്പോൾ ഇതൊക്കെ നോക്കി വെച്ചോളാം. അപ്പോൾ എന്താ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? അത് മാക്സിമം 20 years പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ അത് റെഡീം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാലോ, these are the preference shares which are not redeemable. അതായത് according to Companies Act 2013, no company limited by shares shall issue any preference shares which are ഇറെഡീമബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലോസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ബട്ട് കമ്പനീസ് ഹാവ് ബീൻ പെർമിറ്റഡ് ടു ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് ഫോർ എ പീരിയഡ് എക്സീഡിങ് 20 years ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്. So according to Rule 10 of companies, എന്താ പറയുന്നത്, എ കമ്പനി എൻഗേജ്ഡ് ഇൻ സെറ്റിംഗ് അപ്പ് ആൻഡ് ഡീലിംഗ് വിത്ത് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റ് മേ ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് ഫോർ എ പീരിയഡ് exceeding 20 years but not exceeding 30 years subject to redemption of a minimum 10% of such preference shares per year from the 21st year onwards or earlier on proportional basis at the option of പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഡു നോട്ട് ക്യാരി ദ അറേഞ്ച്മെൻറ്റ് ഫോർ റിഡംഷൻ ആൻഡ് ഷെയർസ് ആർ റീപേയബിൾ ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് നോക്കാം. മെറിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു ദ കമ്പനി ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ എന്തൊക്കെ മെറിറ്റ്സ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ജനറലി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോ വോട്ടിംഗ് പവർ.
പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പോലെ എന്തിനുള്ള റൈറ്റ് ഇല്ല, ദേ ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്. So the existing equity shareholders will not lose the management and controlling powers of the company. അപ്പം എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തന്നെയായിരിക്കും, അവർ ഓണേഴ്സാണ്, അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഡൈല്യൂട്ട് ആവില്ല. ഓക്കെ. ദെൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇസ് നോട്ട് എ ലീഗൽ ഓബ്ലിഗേഷൻ എന്നാണ് പറയുന്നത്. സോ ദ കമ്പനി ക്യാൻ പോസ്റ്റ്പോൺ ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഇറ്റ് ക്യാൻ എൻജോയ് ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി. Then preference shares provide advantages of financial leverage since the preference dividend is a fixed obligation. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൂടുതൽ എമൗണ്ട് ആരുടെ നിന്ന് എടുക്കുക ചെയ്യുന്നത്, ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് വെച്ചെടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് മുഴുവൻ ആർക്കുള്ളതാണ്, ഇറ്റ് ഈസ് അവൈലബിൾ ടു എന്താ പറയുക, നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സുള്ള. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ ഇൻക്രീസസ്. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ അതാണ് എംപ്ലോയിങ് ഫിക്സഡ് കോസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് ടു ടേക്ക് ആൻ അഡ്വാൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ ടു മാക്സിമൈസ് ദ റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ലിവറേജ് എന്താക്കാൻ പറ്റുന്ന പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് അഡ്വാൻറ്റേജസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. Then preference shares enhances the credit worthiness of the firm as it is generally regarded as a part of net worth എന്നാണ് പറയുന്നത്. Then preference shareholders do not have voting right except when dividend arrear exists. So the ordinary shareholders span of control is preserved. നേരത്തെ പറഞ്ഞല്ലോ അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ സ്പാൻ ഓഫ് കൺട്രോൾ എന്താവില്ല, നഷ്ടമാവില്ല. അതായത് മാനേജീരിയൽ എന്താ പറയുക, മാനേജീരിയൽ കൺട്രോൾ എന്താവില്ല, ഡൈല്യൂട്ട് ആവില്ല. ഇറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓൺലി. Then preference shareholders do not benefit from the excess profit accruing to the company as the ordinary shareholders because dividend payments are restricted to the stated amount. അപ്പം ആകെ എന്താ പറയുക, ഈ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഉള്ളൂ അവരുടെ അരിയർ ഡിവിഡൻഡ് കൊടുക്കുന്നുള്ളൂ. ഏതാണ്? ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം. അതുകൊണ്ട് എന്താവുന്നില്ല എന്നാണ് പറയുന്നത്, എക്സസ് പ്രോഫിറ്റ് ഒന്നും അവർക്ക് എന്താവുന്നില്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ബെനിഫിറ്റ് ഫ്രം ദി എക്സസ് പ്രോഫിറ്റ്സ്. Then the mortgageable assets of the firm are conserved as no collateral is pledged in favor of പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ടൊന്നും ഫേമിൻ്റെ അസറ്റ്സ് ഒന്നും വെക്കുന്നില്ല. സോ ദർ ഇസ് എന്താ പറയുക, അങ്ങനെ ഒരു എന്താ പറയുക, ഫേമിൻ്റെ അസറ്റ്സ് ഒക്കെ ഫേമിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതായത് നോ കൊളാറ്ററൽസ് ഇസ് പ്ലെഡ്ജ്ഡ് ഇൻ ഫേവർ ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ആൻഡ് ലാസ്റ്റ് വൺ, ഷെയർ ഹോൾഡേഴ്സ് ഏൺസ് എ സ്റ്റേബിൾ ഡിവിഡൻറ്റ് റേറ്റ്. ദെൻ ഡീമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ, പ്രിഫറൻസ് ഷെയർസ് ഇൻ ഇന്ത്യ ആർ ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ. അതായത് ഇന്ത്യയിലുള്ള മിക്ക പ്രിഫറൻസ് ഷെയർസും ഏത് രീതിയിലുള്ളതാണ്, ക്യുമുലേറ്റീവ് ആണ്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിവിഡൻഡ് ഷുഡ് ബി പെയ്ഡ് ഇൻ ഹരിയേഴ്സ്. സോ ഇറ്റ് വിൽ എഫക്ട് ദ ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി കമ്പനി. And another disadvantage is the rate of dividend paid to preference shareholders എന്ന് പറഞ്ഞാൽ it is much higher than the interest to debentures. So even then the investors are reluctant to invest due to the uncertainty nature of income from the investment. Then the rate of dividend paid to equity shareholders is more than the dividend rate of preference shareholders. Then the preference shares lack liquidity in the market. അതായത് holders are not getting chance to make capital profit. അതുകൊണ്ട് അതിനെന്താ പറയുക, it lacks liquidity in the market. Then preference shareholders have only a right to vote on matters affecting their rights. അതായത് വോട്ടിംഗ് റൈറ്റ് ശരിക്കും ഇല്ല, അവരുടെ മാറ്റേഴ്സ് അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാത്രം ഉള്ള വോട്ടിംഗ് റൈറ്റേ ഉള്ളൂ. സോ ദേ കനോട്ട് റെപ്രസെൻറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ. So the main difference between equity share and preference share are the rate of dividend on preference shares remains fixed from year to year, but the rate of dividend on equity share may vary from year to year. മനസ്സിലായല്ലോ. Then in the years of higher profits, equity shareholders can get higher rate of dividend than preference dividend. Okay. Then preference shareholders have priority over equity shareholders as regards payment of dividend. അതായത് വൈൻഡിങ് അപ്പിൻ്റെ സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്.
Then preference shareholders have only limited participation in the management of the company. നേരെ മറിച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിലോ they have full participation in the management of the company. Then preference shareholders redeemable ആണെങ്കിൽ they are redeemable, but equity shares are not redeemable. Then where the company is being wound up, holders of equity shares will normally get priority over the holders of equity shares in respect of repayment of capital. Then equity shareholders enjoy wider voting rights than preference shareholders. So അതായത് equity shareholders എന്ന് പറഞ്ഞാൽ they are the owners or shareholders. So they will get എന്താ പറയുക വൈഡർ വോട്ടിംഗ് റൈറ്റ്സ്. നേരെ മറിച്ച് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിൽ അവരെ എഫക്റ്റ് ചെയ്യുന്ന മാറ്റേഴ്സിന് മാത്രം ഉള്ള വോട്ടിംഗ് റൈറ്റ്സേ ഉള്ളൂ. Then last difference, for cumulative preference shareholders, they are entitled to get arrears of dividend, but equity shareholders are not eligible to get arrears of dividend. So these are the difference between equity share capital and preference share capital. ഇനി shares with voting right